ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അറക്കൽ ദേവീക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പൊതു ഇടങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അമ്പലങ്ങൾ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് അറക്കൽ ദേവീക്ഷേത്രത്തിൽ ബലവൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചത്. ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമുക്കെല്ലാവർക്കും അറിയാം, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളിലൊരു ബോധവൽക്കരണം നടത്തുക എന്നൊരു ഉദ്ദേശമാണ് ഈ ഒരു ദിനത്തിന് ഉള്ളത്. അപ്പോൾ എല്ലായിടത്തും പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ധാരാളമായി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും. അതെല്ലാം നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമായി കരുതിക്കൊണ്ട് എല്ലാവരും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ നമ്മുടെ എല്ലാ ജൂൺ 5 നമ്മൾ ഇതേപോലെ ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ക്ഷേത്ര ഭാരവാഹികളോട് ഉള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് സബ് ഗ്രൂപ്പ് ഓഫീസർ നിർമ്മലാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് നമ്മുടെ അറക്കൽ ദേവീക്ഷേത്രത്തിലെ തൈനടിയിൽ ചടങ്ങ് ചെടികളും മറ്റു ഫലവൃക്ഷങ്ങളും നടന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഷിബു പ്രഭാകർ സ്വാഗതം പറഞ്ഞു. നമ്മൾ അറക്കൽ ക്ഷേത്രത്തിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും മറ്റ് പൊതുജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ തൈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനമായി എത്തിയിരിക്കുന്ന ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യയെ ക്ഷേത്രത്തിൻ്റെ പേരിലും ഉപദേശക സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, അജിതാകുമാരി, ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ദേവസ്വം ജീവനക്കാർ, ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആചരിക്കുന്നതിനും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. ഈ വർഷത്തെ പരിസ്ഥിതിയുടെ ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭൂമിയുടെ പുനരുജ്ജീവനവും മരുഭൂവൽക്കരണത്തെ പ്രതിരോധിക്കലും വരൾച്ച പ്രതിരോധവും ഈ 3 മുദ്രാവാക്യങ്ങളാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു, പ്ലാസ്റ്റിക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒരു മാസം ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അളവ് നിങ്ങൾ കേട്ടിയാൽ നെട്ടിപ്പോകും. 25 ടണ്ണാണ് ഒരു മാസം നമ്മുടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന ഹരിതകർമ്മസേന വഴി ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് 25 ടണ്ണാണ് നമ്മുടെ 22 വാർഡുകളിൽ. ബാലിക്കോട് ഗ്രീൻ വാലി ഗാർഡൻസ് ഉടമ ഷാഫി ബലവൃക്ഷ തൈകൾ, വിവിധ ഇനം ചെടികൾ തുടങ്ങി 60ഓളം തൈകൾ സ്പോൺസർ ചെയ്തു. തുടർന്ന് ഫലവൃക്ഷ തൈകളും ചെടികളും ക്ഷേത്ര കോമ്പൗണ്ടിൽ നട്ടു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. അറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള. ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ. അതുകൂടാതെ അറ്റ്ലസിൽ നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ 60% വരെ ഡിസ്കൗണ്ട്. 1490 രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കെറ്റിൽ വെറും 499 രൂപ മാത്രം. 1890 രൂപ വിലയുള്ള 2 പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും 649 രൂപ മാത്രം. 3500 രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും 1699 രൂപ മാത്രം. 4290 രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് 1999 രൂപ മാത്രം. 4500 രൂപയുടെ 3 പീസ് പ്രഷർ കുക്കർ സെറ്റിന് വെറും 2250 രൂപ മാത്രം. കൂടാതെ ഗ്ലാസ് വെയറുകൾ, പുഷ് ചോപ്പർ, നോൺ സ്റ്റിക് പാനുകൾ, മിൽക്ക് പാനുകൾ, പ്രഷർ കുക്കറുകൾ, എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഇംപെക്സ് പ്രോഡക്റ്റുകൾക്കും 60% വരെ ഡിസ്കൗണ്ട് അറ്റ്ലസിൽ നിന്നും നേടാം. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ. 1ാം സമ്മാനം LED TV, 2ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 3ാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും. അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം.